ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൽപ്പറ്റയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? ഞങ്ങളുടെ KPCC ഉപസമിതിയുടെ ഭാഗമായി കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ആ ആശ്വാസത്തിന് പല മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം പക്ഷേ വേറെ ചില തലങ്ങളിൽ കൂടി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ പറ്റൂ. ഈ അന്വേഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്. പാർട്ടി തുടക്കത്തിൽ നേതാക്കന്മാരെ വന്നു കണ്ട് ഇവർ 10 ദിവസത്തോളം കാത്തു നിന്നു. പാർട്ടി തലത്തിൽ അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ KPCC പ്രസിഡന്റ് അതെല്ലാം അച്ചടക്ക സമിതിയുടെ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തന്നെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെ 4 പേരെ ഈ കാര്യത്തിന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെയും എന്നെയും അതുപോലെ തന്നെ ജയന്തിനെയും ചുമതല ഏൽപ്പിച്ചത് ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. KPCC പ്രസിഡന്റിനെ ഇവിടെ നിന്ന് വിജയേട്ടന്റെ കുടുംബാംഗങ്ങൾ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്ക് വയനാട് ജില്ലയുടെ ചാർജുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. എന്നെ അപ്പോൾ തന്നെ വിളിച്ചു. സണ്ണി, എന്നെ ഇവർ വന്ന് കണ്ടിരുന്നു, ആ കാര്യത്തിൽ ഗൗരവ ബുദ്ധി അന്വേഷിക്കണം, ആവശ്യമായ നടപടി. DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണത്തിന് നിയോഗിച്ച KPCC സമിതിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. ആ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച പ്രതികരണങ്ങളാണ്. അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിയെ അറിയിക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിക്കുന്നത്.